പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ മഹത്വപ്പെടട്ടെ. ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 സംവത്സരക്കാലമായി. ഇന്ന് പകൽ ഒരു വീഡിയോമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള പകൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്ത് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഹെരോദാവ് രാജാവ് സഭയെ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്നറിഞ്ഞിട്ട് പത്രോസിനെ പിടിക്കുവാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിച്ചു, ഞാൻ ആരെന്ന് ജനം പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരെ ഇങ്ങനെ പറയുവാനിടയായി, നീ ഇരമ്യാവാണ്, നീ പ്രവാചകന്മാരിൽ ഒരാളാണ്, നീ ആ പ്രവാചകനാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ പറഞ്ഞുവെങ്കിലും ഹല്ലേലൂയ ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരോട് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ 11 പേർക്കും വെളിപ്പെടാതിരുന്നപ്പോൾ ഹല്ലേലൂയ ശീമോൻ പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ആണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ബർയോനാ ശീമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തുന്ന ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നോക്കണമേ, മറ്റ് അപ്പോസ്തലന്മാരെക്കാളും ഒരു പ്രത്യേകത പത്രോസിനുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പത്രോസിനോട് പറഞ്ഞു, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ സ്വർഗത്തിൽ കെട്ടുന്നത്, ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഒരു അധികാരം പത്രോസിന് യേശു കൊടുക്കുവാനിടയായി തീർന്നു. ആർക്കും വെളിപ്പെടാത്ത ഒരു വെളിപ്പാടിൻ്റെ ഉടമയായി ശീമോൻ നിലനിൽക്കുമ്പോൾ ആ ശീമോനെ ഇല്ലാതാക്കുവാൻ, തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്ന വിഷയമാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ച് പറയും, നിൻ്റെ മേലുള്ള ദൈവിക പദ്ധതിയെ ഇല്ലാതാക്കുവാൻ പിശാച് നിന്നെ തടവിലാക്കുവാൻ, നിന്നെ ബന്ധിക്കുവാൻ, സ്വർഗം ആഗ്രഹിക്കുന്ന നിലകളിൽ കടന്നു വരുവാൻ കഴിയാതെ പിശാച് നിന്നെ ഒതുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ മേലുണ്ടോ? പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവിടെ നിന്നൊക്കെയും യഹോവ അവനെ വിടുവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ പത്രോസിൻ്റെ മേൽ വലിയ പ്രതിസന്ധിയുടെ സാഹചര്യം കടന്നു വന്നപ്പോൾ പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പത്രോസിനെ വലിയ സംവിധാനത്തിലാണ് പത്രോസിനെ സൂക്ഷിച്ചത്. അതായത് പത്രോസിൻ്റെ മേൽ യേശുവിൻ്റെ ആത്മാവാണ് ആവസിക്കുന്ന, അല്ലെ വ്യാപരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അകത്തെ തടവിലാക്കിയിട്ട് തടവിനകത്ത് ഹല്ലേലൂയ കിടക്കുമ്പോൾ തന്നെ 2 ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ പത്രോസ് കിടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ 16 ചേവകര് കാവൽ നിൽക്കുമ്പോൾ നോക്കണമേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ അടച്ചിട്ട കാരാഗ്രഹത്തിനകത്ത് ദൂതനിറങ്ങിയെങ്കിൽ ഏത് സാഹചര്യത്തിൽ കൂടെ, ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടെ നീയും ഞാനും കടന്നു പോകുന്നെങ്കിലും ഹല്ലേലൂയ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ഇറങ്ങി നിന്നെയും എന്നെയും വിടുവിക്കുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും പ്രതികൂലത്തിന് നടുവിൽ മറന്നു പോകുവാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ ഇന്ന് നോക്കണമേ, ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ വെളിച്ചം വെളിപ്പെടുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം പ്രകാരം പറയുന്നു, ഇരുളിൽ വെളിച്ചം പ്രകാശിക്കും, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു.
അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെ വസ്ത്രമഴിച്ചു വെച്ച്, അവൻ്റെ ചെരുപ്പഴിച്ചു വെച്ച്, മുറുക്കിയിരുന്ന അരയൊക്കെ അഴിച്ചു വെച്ചിട്ട് പത്രോസിനെ ഇനിയും ഒരു ശുശ്രൂഷ ചെയ്യേണ്ട, ഇനിയും ഒരു അടുത്ത ദിവസം മരണത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ അവസാന മൂമെൻറ്റിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്തിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിൻ്റെ വാഗ്ദത്തത്തെ തടഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും വാഗ്ദത്തം വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കുന്ന ചില മേഖലകൾ ഇന്ന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂതൻ നിൻ്റെ ഏത് മേഖലയിലാണോ നീ തടയപ്പെട്ട് കിടക്കുന്നത്, ഏത് മേഖലയാണോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആ മേഖലയിൽ നിന്ന് പുറത്തു വരുവാൻ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ച് പറയുന്നു. അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. യാക്കോബിനോട് പറഞ്ഞ പോലെ സ്തോത്രം, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഹല്ലേലൂയ. ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് ചെന്ന് തൊട്ടപ്പോൾ ശീമോനോട് പറഞ്ഞു, ശീമോനെ എഴുന്നേൽക്ക്. എഴുന്നേറ്റപ്പോൾ തൻ്റെ ചങ്ങല വീണു എന്ന് തിരുവചനം എഴുതി വച്ചിരിക്കുന്നു. വീണ് ഹല്ലേലൂയ 1-ാം തടവും 1-ാം വാതിലും 2-ാം വാതിലും തുറന്ന് പുറത്തെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ നോക്കണമേ, ഇന്ന് പകലിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ച് പറയുന്നത്, ഏത് വാക്തത്വമുള്ള നിൻ്റെ മേൽ ഹല്ലേലൂയ എങ്ങനെയൊക്കെ ശത്രു ഒതുക്കി വെച്ചാലും, എത്രയൊക്കെ ബന്ധിച്ചു വെച്ചാലും ഹല്ലേലൂയ ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. വഴികളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഇന്ന് പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ചില ശുശ്രൂഷകൾക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്. ഇന്ന് പകൽ ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടട്ടെ. ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സകലരെയും അനുഗ്രഹിക്കട്ടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ.